ഇനി പത്തനംതിട്ടയിലേക്കാണ് പത്തനംതിട്ടയുടെ ചിത്രം പിടിച്ചെടുക്കാൻ തോമസ് ഐസക് ഒരുങ്ങിയിരിക്കുന്ന മണ്ഡലം നിലനിർത്താൻ ആന്റോ ആന്റണി കന്നിയംഗം കുറിക്കുന്ന അനിൽ ആന്റണി. നമുക്ക് VR കാർത്തിക് ഒപ്പം ചേരുന്നുണ്ട്. അതിനു മുമ്പ് ഈ ചിത്രം ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞാൽ, അതായത് പത്തനംതിട്ട ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രാധാന്യം ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. ഒപ്പം തീർത്ഥാടന കേന്ദ്രം, ഒരുപക്ഷെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം കേരളത്തിലുണ്ടെങ്കിൽ അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെയൊക്കെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അടക്കമെത്തുന്ന ശബരിമല. ആ ശബരിമല തന്നെയായിരുന്നു 2019 പ്രധാനപ്പെട്ട വിഷയം. അത് ആ സമയത്ത് തെരഞ്ഞെടുപ്പിൽ ഉടനീളം അലയടിച്ച ഒരു വിഷയം കൂടിയായിരുന്നു. അതിന്റെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴും അത് പ്രതിഫലിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മത്സരിക്കുകയും 3ാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത്. ഇത്തവണ ആ ചിത്രമെല്ലാം മാറിയിരിക്കുന്നു. അതിനു മുൻപ് നമുക്ക് പ്രധാനമായിട്ടും 2 ജില്ലകളിൽ, കോട്ടയവും പത്തനംതിട്ടയിലെയും 7 നിയോജക മണ്ഡലങ്ങൾ ചേരുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും, അങ്ങനെ 2 മണ്ഡലങ്ങൾ. പത്തനംതിട്ടയിലാണെങ്കിൽ തിരുവല്ല, റാന്നി, കോന്നി, അടൂർ, ആറന്മുള, അങ്ങനെ 2 ജില്ലകളുടെയും മലയോര മേഖലകളിലെ പ്രശ്നങ്ങൾ, കർഷകരുടെ വിഷയങ്ങൾ, ഇതെല്ലാം പ്രധാന പ്രചാരണ വിഷയമാകുകയും ചർച്ചാ വിഷയമാകുകയും ചെയ്യുന്ന ഒരു മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട. എന്തായാലും ഈ പത്തനംതിട്ട എന്ന മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷം അവിടെ ആന്റോ ആന്റണി അല്ലാതെ മറ്റൊരു MP ഉണ്ടാകാത്ത സാഹചര്യം കൂടി ഉണ്ടാകുന്നു. 2019 തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ അപർണ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്, ഏറ്റവും പ്രധാനപ്പെട്ട വീറും വാശിയുമേറിയ പോരാട്ടം BJPയെ സംബന്ധിച്ചിടത്തോളം സുവർണാവസരം ആയിരുന്നു എങ്കിൽ അവിടെ ആന്റോ ആന്റണി 3,80,927 വോട്ടുകൾക്കാണ് വിജയിച്ചത്. 2ാം സ്ഥാനത്തേക്ക് എത്തിയത് വീണ ജോർജ് ആയിരുന്നു എന്നതാണ്. 3,36,000 പിന്തള്ളപ്പെടുകയും ചെയ്തു. അങ്ങനെ 44,000 വോട്ടിന്റെ ലീഡിൽ ആണ് ആന്റോ ആന്റണി വിജയിച്ചു കയറിയത്. നമുക്കറിയുന്ന പോലെ തന്നെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 7 മണ്ഡലങ്ങളും LDFിനൊപ്പം നിൽക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ അവിടെ ഉണ്ട്. ഇനി പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളിലേക്ക് വരുമ്പോൾ ആന്റോ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ തന്നെ 3 തവണയും ആന്റോ ആന്റണി 2009 ഈ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം രൂപീകരിക്കുന്നത്. അന്ന് തൊട്ട് നടന്ന തുടർച്ചയായിട്ടുള്ള 3 തെരഞ്ഞെടുപ്പുകളിലും പത്തനംതിട്ടയെ പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ എത്തിയിരിക്കുന്നത് ആന്റോ ആന്റണിയാണ്. തോമസ് ഐസക് ഇത്തവണ നമുക്കറിയുന്ന പോലെ തോമസ് ഐസക് എന്ന് പറയുന്ന വളരെ CPMന്റെ പ്രബലനായിട്ടുള്ള ഒരാളെ തന്നെ രംഗത്തിറക്കി എങ്ങനെ ഈ കോട്ട തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് ആലോചിക്കുകയും ചെയ്യുന്നു CPM. അതോടൊപ്പം അനിൽ K. ആന്റണിയാണ്. തീർച്ചയായും ഒരുപക്ഷെ കേരളത്തിൽ അനിലിന് വലിയ സ്വാധീനമൊന്നുമില്ല എങ്കിൽ പോലും AK ആന്റണിയുടെ മകൻ എന്ന നിലയിൽ, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഡിജിറ്റൽ സെൽ ഹാൻഡിൽ ചെയ്തിരുന്ന ആളാണ്. അവിടെ നിന്നാണ് ഒരു പ്രമുഖൻ എന്ന നിലയിൽ തന്നെ അനിൽ K. ആന്റണിയെ അടർത്തി മാറ്റുന്നത്. PC ജോർജിന്റെ പേരൊക്കെ വലിയ തോതിൽ പരാമർശിക്കപ്പെട്ടിരുന്നുവെങ്കിലും BJP കൃത്യമായി അനിൽ ആന്റണിക്ക്, അത് AK ആന്റണിയുടെ മകൻ എന്ന ലേബൽ കൂടി പ്രയോജനപ്പെടുത്താൻ വേണ്ടി ദേശീയ രാഷ്ട്രീയത്തിലടക്കം BJP പ്രതീക്ഷിക്കുന്നത് അനിൽ ആന്റണി ഒരു തുറുപ്പ് ചീട്ടാണെന്നാണ്. K. സുരേന്ദ്രൻ അടക്കം, MT രമേശ് അടക്കമുള്ള BJP നേതാക്കളൊക്കെ മത്സരിച്ച് 3ാം സ്ഥാനം നേടിയ മണ്ഡലമാണ്. അവിടെ ഒരു തുറുപ്പ് ചീട്ടായിരിക്കും അനിൽ ആന്റണി. മാത്രമല്ല, കാലങ്ങളായി വലിയ പ്രതികരണത്തിന് തയ്യാറാകാതിരുന്ന AK ആന്റണിക്ക് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാധ്യമങ്ങളോട് വന്ന അനിൽ ആന്റണി തോൽക്കണം എന്ന് പറയേണ്ടി വരുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ടായി.